നമസ്തേ. ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ ഒരുപാട് നാളുകൾ മുന്നേ ഉള്ള ഒരു ആഗ്രഹ സാഫല്യമാണ് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. വന്ദേ ഭാരതിൽ യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹം ഒരുപാട് നാളായി എനിക്കുണ്ടായിരുന്നതാണ്. അത് വേറൊരു സന്ദർഭത്തോടു കൂടി എനിക്ക് അതിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് ഈശ്വര സാക്ഷാത്കാരമാണ്. എന്നോടൊപ്പം എൻ്റെ മോളും അച്ഛനും ഉണ്ടായിരുന്നു. ആ ആഗ്രഹം നമുക്ക് നിറവേറ്റി എന്നുള്ളതാണ്. ഈശ്വരൻ നിറവേറ്റി എന്ന് വേണം പറയാൻ. നല്ലൊരു യാത്രയായിരുന്നു, വളരെ ഹാപ്പിനെസ്, വളരെ കൂളായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഫോട്ടോസിൽ കൂടി ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു. അതിൻ്റെ ഫോട്ടോസും നിങ്ങളിൽ അറിയിക്കാനായിട്ട് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു വന്ദേ ഭാരത്. താങ്ക്സ് ടു വന്ദേ ഭാരത്. നമ്മൾ ട്രെയിനിലേക്ക് ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് ഫീൽ ചെയ്യുന്നത്. തികച്ചും സ്പേഷ്യസ് ആയിട്ടുള്ള, എയർ കണ്ടീഷനിങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഹൈജീനിക് ഫീൽ നമുക്ക് ശരിക്കും ഉണ്ടാകും. അതുപോലെ ആ ഒരു 4 hours നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഫസ്റ്റ് എൻട്രി തന്നെ അവർ മിനറൽ വാട്ടർ ബോട്ടിലാണ് തരുന്നത്. പക്ഷേ അതെനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, സോറി. അതിനുശേഷം ഒരു മെട്രോ വാർത്ത എന്ന് പറഞ്ഞ് ന്യൂസ് പേപ്പർ കൊണ്ട് തരുന്നുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനൊക്കെ ആ ഒരു അന്നത്തെ ഡേറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള അങ്ങനെ കുറച്ച് ഓരോ കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയത് കൊണ്ട് നോക്കിയിരുന്നു. അങ്ങനെ തന്നെ കുറേ ടൈം സ്പെൻഡ് ആവും. ഒരിക്കലും നമുക്ക് ആ ഒരു ഡേ 4 hours എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ആ ട്രെയിനിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ ഒരു ഗുഡ് അപ്പിയറൻസ് ആയിരുന്നു. ഇതെന്താണെന്നില്ലേ, ഇതാണ് മസാല ടീ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ പറ്റിയൊരു ടീ ആണത്. അതിനോടൊപ്പം യൂണിബിക് ബിസ്ക്കറ്റ് കൂടി കിട്ടിയിട്ടുണ്ട്, ഓട്സ് ബിസ്ക്കറ്റ്. അതും നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഒന്നും നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള, അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള തിങ്സാണ് അവർ നമുക്ക് സെർവ് ചെയ്യുന്നത്. അതാണ് അതിലേറ്റവും വളരെ പ്രയോറിറ്റി ഞാൻ കൊടുത്തത്. ഇത്രയും നേരം നിങ്ങൾ കണ്ടത് അവർ സെർവ് ചെയ്ത സാധനമാണ്. നമ്മൾ ഓർഡർ ചെയ്യാതെ അവർ നമുക്ക് ചെയ്ത സെർവ് ചെയ്ത സാധനമാണ് കണ്ടത്. ഇനി ഈ കാണുന്നത് ശരിക്കും നമ്മൾ പ്രീ ഓർഡർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റാണ്. സോ അതും തികച്ചും ഹെൽത്തി ആയിരുന്നു. ചോക്കോപ്പായി, ഒരു ബിസ്ക്കറ്റ്, അതുപോലെ ഇഡ്ഡലി, ചട്നി, സാമ്പാർ, കേസരി, ഇതായിരുന്നു അവർ തന്നത്. അതും ഓക്കെ, ടേസ്റ്റി ആയിരുന്നു, ഹെൽത്തി ആയിരുന്നു. അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത്, നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾസിൽ അവിടെ പോകാനായിട്ടുള്ള സന്ദർഭം ഉണ്ടായി. അത് ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രമാണ് പെരിങ്ങോട്ട്. അതുപോലെ തൃപ്പയ്യാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ പെരിങ്ങോട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് പോകണം. ഇനി അവിടെയാണ് ശരിക്കും, തൃശ്ശൂരാണ്, നമ്മളൊരു മാരേജ് റിലേറ്റഡ് ആയിട്ടാണ് അവിടെ പോയത്. പക്ഷേ അവിടെ പോകാൻ കഴിയുമെന്ന് വിചാരിച്ച് പോയതല്ല, അതും നമുക്ക് പോകാൻ കഴിഞ്ഞു. വളരെ ഹാപ്പിയായി, ഈശ്വര കൃപ എന്ന് വേണം. അതും ആ പെരിങ്ങോട്ട് ചെന്ന് എൻ്റർ ചെയ്ത സമയം ദീപാരാധന ടൈമായിരുന്നു എന്നുള്ളതാണ്. ഇതൊന്നും നമ്മൾ പർപ്പസ്ഫുള്ളി പോയതല്ല, ഈശ്വര കൃപയായാലും നമ്മൾ ചെന്ന് പെട്ടതാണ്. അതിനും ഈശ്വരനോട് വളരെയധികം നന്ദി ഞാൻ പറയുന്നു. ഈ കാണുന്നതാണ് തൃപ്പയ്യ ശ്രീരാമക്ഷേത്രം. ശരിക്കും ശ്രീരാമന് പ്രാധാന്യമുള്ള ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇതിൽ അമ്പും വില്ലും നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് കൊടുക്കുന്ന ഒരു നേർച്ചയുണ്ട്. അതോടൊപ്പം അവിടെ ഒരു വലിയ പുഴ, തൃപ്പയ്യാർ വള്ളംകളി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പുഴയിൽ നമുക്ക് മീനുകളുണ്ട്. ആ മീനുകൾക്ക് അരിയിട്ട് കൊടുക്കുന്ന ഒരു നേർച്ചയുണ്ട്. അങ്ങനെ ഈ 2 പ്രാധാന്യമായിട്ട് എനിക്ക് ദൃഷ്ടിയിൽപ്പെട്ടത്. അതും വളരെ ഇൻട്രസ്റ്റിങ്ങും ദൈവീകവുമായ ഒരു കാര്യമായിരുന്നു. ഇനി ഇത് അടുത്തതായിട്ട് പെരിങ്ങോട്ട് വിഷ്ണുമായ ടെമ്പിൾ, അതിൻ്റെ ഉദ്ഭവമാണിത്. ആദ്യമായുള്ള പെരിങ്ങോട്ട് അമ്പലം. അത് കഴിഞ്ഞിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്തു എന്നാണ് എനിക്ക് അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. 3ആയിട്ട് തിരിച്ചു. അതിൽ ആദ്യത്തെ ഉദ്ഭവ സ്ഥാനത്താണ് നമ്മൾ പോയത്. അതാണ് ഈ പെരിങ്ങോട്ട് വിഷ്ണുമായ ടെമ്പിളിന് ഫസ്റ്റ് ഉദ്ഭവം. ആ ടെമ്പിളാണ് ഈ കാണുന്നത്. ഇത് പെരിങ്ങോട്ട് വിഷ്ണുമായ തന്നെ സെക്കൻഡ് ഭാഗമായിട്ട് അതിൻ്റെ സൈഡ് പാർട്ട് ഓഫ് പെരിങ്ങോട്ട് എന്ന് വേണം പറയാൻ. അവർ പാർട്ടീഷൻ ചെയ്ത് 3 ആക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് സെക്കൻഡ് ടെമ്പിളാണ് ഇത്. ഈ കാണുന്നതാണ് റിയൽ പെരിങ്ങോട്ട് അമ്പലമായിട്ട് ഇപ്പോൾ ഫേമസ് ആയിട്ട് എല്ലാം നമ്മൾ വീഡിയോസിലും ഇതിലൊക്കെ കാണാൻ കഴിയുന്നത്. കംപ്ലീറ്റ് ഗോൾഡിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്.
ഇതിൻ്റെ മെയിൻ കാരണവരെന്ന് പറഞ്ഞ ആൾ നമുക്ക് ഇവിടെയാണ് കാണാൻ കഴിയുക. ശരിക്കും ഒരു റിയൽ പെരിങ്ങോട്ട് ഇപ്പം എല്ലാവരും, ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ ഒരു കുടുംബത്തിലേക്ക് പോയപ്പോഴും ഞാൻ വിളിച്ച് ഇതല്ലല്ലോ പെരിങ്ങോട്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഫൈനലി ഇവിടെ വന്ന് റീച്ച് ആയപ്പോഴാണ് ഇത് തന്നെയാണെന്ന് എനിക്കൊരു വിശ്വാസമായത്. കാരണം ഇതാണ് ഇപ്പോൾ റിയലായിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് ഗോൾഡിൽ ചെയ്തിരിക്കുന്ന പെരിങ്ങോട്ട് ടെമ്പിൾ, പെരിങ്ങോട്ട് വിഷ്ണുമായ ടെമ്പിൾ.